ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓർക്കിഡ് നമുക്ക് ഡെൻഡ്രോഫിയം ഓർക്കിഡ് പ്ലാന്റ് മാത്രം പ്ലാന്റ് ചെയ്യുന്നതിന് തൈ വേരോടെ പൊട്ടി നല്ല ഫ്രഷായിട്ട് വരും. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അതൊന്ന് മാറ്റി പോട്ട് ചെയ്യണ രീതിയാണ് ഇന്ന് വീഡിയോ. ഇത് കണ്ട വേര് വന്ന് പുതിയൊരു തൈയായിട്ട് നിൽക്കണത് കണ്ട. ഇവിടെയും നോക്കിയാൽ അറിയാം, വേര് വന്നിട്ടുണ്ട്. ഇത് കൂടെ നല്ല ഹെൽത്തി ആയിട്ട് വരുമ്പോൾ നമുക്കിതിനൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ട വേര് നല്ല ഫ്രഷായിട്ട് എല്ലാ ഇതിലും മദർ പ്ലാന്റിൻ്റെ ഇതിലും ഫ്ലവർ കഴിയുമ്പോൾ അതിൽ നിന്ന് തൈ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരും. ഇവിടെ നോക്കിയതാ, ഇവിടെ എല്ലാം നമുക്കിതൊക്കെ അടർത്തി മാറ്റി നടാമെന്നുള്ള ഇതാണ്. ഇത് കണ്ട, ഇതും ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പുതിയൊരു പ്ലാന്റ് ആക്കിയെടുക്കാം. ഇതും അതുപോലെ തന്നെയാണ്. ഇതുപോലെ കുറേ പ്ലാന്റ് കുറേ ഉണ്ട്. കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക, സമയമില്ലാത്തതുകൊണ്ട് മാറ്റി വയ്ക്കാത്തതാണ്. ഇതിപ്പോൾ മാറ്റി പോട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. ഇത് കണ്ട, ഇത് ഞാൻ ഒരെണ്ണത്തിൽ നിന്ന് മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് പോട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് നമുക്ക് സാബ് തേച്ച് കൊടുക്കണം. മദർ പ്ലാന്റിൻ്റെ ഇതിലും തേച്ച് കൊടുക്കണം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിലും നമുക്ക് തേച്ച് കൊടുക്കണം. ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത തൈയാണേ. ഇത് നമുക്ക് ഒരു തൊണ്ടിൻ്റെ പീസ്, ഇതൊരു തൊണ്ടിൻ്റെ പീസിലോട്ട് ഇതിനെ വെച്ച് കൊടുക്കാം. നമുക്ക് വേറൊരെണ്ണം കൂടെ വെച്ച് ഇതിനൊന്ന് സെറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. നല്ല വെള്ളത്തിൽ നല്ല ഇറുക്കി ഇത് കെട്ടിക്കൊടുക്കണം. ഇത് ഇളകാതിരിക്കുക. ഇത് പെട്ടെന്ന് ഈ തൊണ്ടുമായിട്ട് ഈ ഓർക്കിഡിൻ്റെ വേരല്ല ഇതിൽ സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കെട്ടിയെടുത്തിട്ട് നമുക്കൊരു ഓർക്കിഡ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ചെറിയ പോട്ടാവണം എടുക്കാനുള്ളത്. വലുതിലോട്ട് വെച്ച് കൊടുക്കരുത്. ചെറുതിൽ നിന്ന് പിടിച്ചിട്ട് മാത്രം നമുക്ക് വലുതിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൽ നന്നായിട്ട് വേര് വന്ന് ഈ ചെടി നല്ല ഇതായതിന് ശേഷം മാത്രമേ വലുതിലോട്ട് മാറ്റാൻ പാടുള്ളേ. ഇതിന് കുറച്ച് ചകിരിയും കൂടെ ഇട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കണം. ഇതൊന്ന് നല്ല ബലത്തിനിരിക്കണം. ഈ പ്ലാന്റ് ഒരിക്കലും ഒരു ബലമില്ലാതിരിക്കരുത്. ഇരുന്നാൽ ഇതിൻ്റെ തൈ നമുക്ക് ഇതായിട്ട് കിട്ടൂല. അതിൻ്റെ വേര് നന്നായിട്ട് ഇതിലാവൂല, പിടിച്ച് കിട്ടൂല. അപ്പോൾ നല്ല ബലത്തിനിരുന്നാൽ മാത്രമേ ചെടി പെട്ടെന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. വയ്ക്കുമ്പോൾ നല്ല ബലത്തിന് തന്നെ നല്ലതായിട്ട് വെച്ച് കൊടുക്കണം. ഒരുപാടങ്ങ് ഇറുകി പോവാനും പാടില്ല. പ്ലാന്റ് നമ്മൾ പിടിച്ചാൽ വരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് നന്നായിട്ടിരിക്കണം. ഇപ്പോൾ ഇതൊരു പ്ലാന്റായി ഇതൊരു 1-1.5 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് പുതിയ റൂട്ടും പുതിയ തൈയൊക്കെ ഇവിടെ നിന്ന് പൊട്ടി വരും. പൊട്ടി വന്ന് ഇത്തി കൂടെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് വലിയൊരു പോട്ടിലോട്ട് ഈ പ്ലാന്റിനെ മാറ്റി കൊടുക്കാം. പിന്നെ ഇത് ഒരു മാസമൊക്കെ കഴിഞ്ഞ് പുതിയ തെളിരൊക്കെ വന്നതിന് ശേഷം നമുക്കിതിൽ NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫ്ലവറിനുള്ളത് കൊടുക്കണ്ട, വളർച്ചയ്ക്കുള്ളതാണ് ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഗ്രീൻ കെയർ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. വളർച്ചയ്ക്കുള്ള സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ലീഫിലും അതിൻ്റെ വേര് ഈ ചുവട്ടിലുമായിട്ട് ആഴ്ചയിൽ ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നീട് നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഗ്രീൻ കെയറിൻ്റെ ഫ്ലവറിനുള്ള
വളം പിന്നെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു മദർ പ്ലാന്റ് ആവും. നല്ല ഇതായതിന് ശേഷം നമ്മൾ വലിയ പോട്ടിലോട്ട് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഓർക്കിഡായിട്ട് കിട്ടും. അതുപോലെ നമുക്ക് വേറെയും കുറേ പ്ലാന്റ് ഉണ്ട്, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇത് 2 തൈയാക്കി മാറ്റാം. കൂട്ടുകാർ ഓർക്കിഡ് ഉള്ളവരെല്ലാവരും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. പലർക്കും അറിയാമെന്നുള്ളതാണ് ഇത്, ചിലവർക്ക് അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് എടുക്കണമെന്ന്, എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതുപോലെ നല്ല ബലത്തിന് ഇങ്ങനെ സെറ്റ് ചെയ്ത് തണലുള്ള ഭാഗത്ത് തന്നെ വയ്ക്കണം, വെയിലത്ത് വയ്ക്കരുത്. ഇടയ്ക്കിടയ്ക്ക് സാബ് നമുക്ക് ഇപ്പം തന്നെ ഈ സാബ് കലക്കിയ വെള്ളം ഇത് കഴിഞ്ഞിട്ട് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുക ഇല ലീഫിലൊക്കെ ഇതൊന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.